ദുഃഖകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ശരീരത്തെ നിയന്ത്രിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അപ്പോ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട്. നിയന്ത്രിക്കാൻ വെച്ചാൽ ശരീരത്തിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. നമ്മളിപ്പോ വാഹനം നിയന്ത്രിക്കാന്ന് വെച്ചാൽ എന്താ? വാഹനം ഒരു വഴിക്ക് പോകുമ്പോൾ റോഡ് വളയുമ്പോൾ അതിനനുസരിച്ച് തിരിക്കണം. ആ തിരിക്കുക എന്നുള്ള, ഗതി തിരിക്കുക എന്നുള്ളൊരു ഒരു പരിപാടി ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അല്പം കൂടുതലായിപ്പോ അപ്പൊ പഴയതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ട് ഇരിക്കുന്ന വഴികൾക്കനുസരിച്ച് വാഹനത്തിന്റെ ഗതിയെ തിരിക്കുന്ന ഒരു പരിപാടി. ഇപ്പൊ വിമാനങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ അത് പല കാരണങ്ങൾ കൊണ്ട് വിമാനത്തിന്റെ ഗതി മാറിപ്പോയി വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവരുന്ന സൈബർനെറ്റിക്സ് എന്നുള്ള സംവിധാനം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്താണ് നിയന്ത്രണം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നിയന്ത്രണ സംവിധാനം ശരീരത്തിനുണ്ട്. പുനഃസ്ഥാപനം അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു രീതിയാണ് എന്നൊക്കെ പറയാം. ആ നിയന്ത്രണ വ്യൂഹത്തെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. നിയന്ത്രണ വ്യൂഹവും ആരോഗ്യവും എന്ന വിഷയം നമുക്കൊന്ന് നോക്കാം. The homeostasis system maintains balance, adaptation and resilience in health. നിയന്ത്രണ വ്യൂഹവും ആരോഗ്യവും. ഹോമിയോസ്റ്റാസിസ് അഥവാ നിയന്ത്രണ വ്യൂഹം ശരീരത്തിന്റെ സ്വയം സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന സംവിധാനമാണ്. നിരന്തരമായ മാറ്റങ്ങൾക്കിടയിലും ഇത് ആന്തരിക അന്തരീക്ഷത്തെ സുസ്ഥിരമായി നിലനിർത്തുന്നു. ഇത് ശരീരതാപം, രക്തത്തിലെ പഞ്ചസാര, രക്തസമ്മർദ്ദം, ദ്രാവകങ്ങൾ, ആസിഡുകൾ, ഓക്സിജന്റെ അളവ്, ഹോർമോണുകൾ, ഊർജ ഉപയോഗം എന്നിവയെ നിയന്ത്രിക്കുന്നു. ഇത് മസ്തിഷ്കം, പ്രത്യേകിച്ചും ഹൈപ്പോതലാമസ്, നാഡീവ്യൂഹം, എൻഡോക്രൈൻ സിസ്റ്റം, ഹോർമോണുകൾ, റിസപ്റ്ററുകൾ, ഫീഡ്ബാക്ക് ലൂപ്പുകൾ എന്നിവയിലൂടെ പ്രവർത്തിക്കുന്നു. ഈ സംവിധാനം തുടർച്ചയായും സ്വയമേവയും പ്രവർത്തിക്കുകയും അസന്തുലിതാവസ്ഥയോട് വേഗത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു. ഇത് എല്ലാ ശരീരവ്യൂഹങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുകയും അവയെ ഒരു യൂണിറ്റായി ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശക്തമായ നിയന്ത്രണം ശരീരത്തെ പൊരുത്തപ്പെടാനും സുഖപ്പെടാനും പ്രതിരോധശേഷിയോടെ ഇരിക്കാനും അനുവദിക്കുന്നു. ഈ വ്യവസ്ഥ ആരോഗ്യകരമായിരിക്കുമ്പോൾ ഊർജം സ്ഥിരമായി നിൽക്കുകയും വികാരങ്ങൾ സുസ്ഥിരമായിരിക്കുകയും രോഗശമനം വേഗത്തിലാവുകയും ചെയ്യുന്നു. വിട്ടുമാറാത്ത സമ്മർദ്ദം, മോശമുറക്കം, ക്രമരഹിതമായ ദിനചര്യകൾ, അനാരോഗ്യകരമായ ഭക്ഷണം, വിഷാംശങ്ങൾ, നിരന്തരമായ ഉത്തേജകങ്ങൾ എന്നിവ നിയന്ത്രണ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നു. കൃത്യമായ ഉറക്കം, സന്തുലിതമായ ഭക്ഷണം, ജലാംശം, ചലനം, ശ്വസനം, വൈകാരിക ശാന്തത, വിശ്രമം, സൂര്യപ്രകാശം, ലാളിത്യം, താളാത്മകമായ ജീവിതം എന്നിവയിലൂടെ ആരോഗ്യം തിരിച്ചു വരുന്നു. അപ്പൊ ഇതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുക. ഹോമിയോസ്റ്റാസിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അമ്മയുടെ അകത്ത് കുഞ്ഞ് നിന്നിരുന്നൊരവസ്ഥയുണ്ട്. ഒരു ഇളക്കവും തട്ടാതെ സുരക്ഷിതമായി നിൽക്കുന്നൊരവസ്ഥ. ആ സുരക്ഷിതാവസ്ഥയുണ്ടല്ലോ, ആ സുസ്ഥിരമായ അവസ്ഥ എന്ന് പറയുന്നത്, അതിനെയാണ് സത്യത്തിൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. എന്ത് കയറ്റിറക്കങ്ങൾ ശരീരത്തിൽ ഉണ്ടായാലും അത് കുഞ്ഞിനെ ബാധിക്കില്ല, അതിനെ തുലനം ചെയ്തു നിൽക്കും. ഈ ഗൈറോസ്കോപ്പൊക്കെ ഉപയോഗിക്കുന്ന ചില വാഹനങ്ങളുണ്ട്. എന്തൊക്കെ വന്നാലും അത് ചരിയില്ല, അതിന്റെ നിലയിൽ മാറ്റം ഉണ്ടാവില്ല. ആ സിസ്റ്റത്തെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അത് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ, ബാലൻസ് എന്നുള്ളതിനെ നിലനിർത്തുന്നു. ബാലൻസ് നിർത്താനുള്ള സ്വയം പ്രവർത്തനമാണ് ഈ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അതാണ് സ്വയം സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. വെളിയിൽ നിന്നൊരു ഒരു ഒരു ഏജൻസിയുടെ ആവശ്യമില്ല അതിന്, അത് സ്വയം നിയന്ത്രിക്കും. അപ്പൊ ഇപ്പൊ ആന്തരികമായിട്ട് എന്തെങ്കിലും മാറ്റം വന്നു, അല്ലെങ്കിൽ ബാഹ്യമായിട്ട് മാറ്റം വന്നു, കാലാവസ്ഥയിൽ മാറ്റം വന്നു, അല്ലെങ്കിൽ സാഹചര്യത്തിൽ, ചലനത്തിൽ, വേഗത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. ലോകം മാറ്റത്തിന്റെ ലോകത്താണ്, അതുകൊണ്ട് നിരന്തരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. എന്തൊക്കെ മാറ്റം വന്നാലും ഈ ആന്തരികമായ അന്തരീക്ഷം സുസ്ഥിരമായി നിലനിൽക്കും, മെയിൻറ്റെയിൻ ചെയ്യും. ഈ ശരീരത്തിന്റെ ആ ഒരു ഇന്റേണൽ ഇക്കോളജി ഉണ്ടല്ലോ, ആ ഇക്കോളജി അത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം ടെറേറിയമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗണിക്കാം. പക്ഷെ വെളിയിൽ എന്തൊക്കെ സംഭവിച്ചാലും അകത്ത് മാറ്റം വരാതെ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം.
അപ്പൊ അങ്ങനെ ആന്തരിക അന്തരീക്ഷത്തെ സുസ്ഥിരമായി നിലനിർത്തുന്നത് ഈ ഹോമിയോസ്റ്റാസിസ് എന്നുള്ള ഒരു ഒന്നാണ്. അതിലൂടെ ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഒന്നാമത് ശരീര താപനില മെയിൻറ്റെയിൻ ചെയ്യും. രക്തത്തിലെ ഷുഗർ, അതാണല്ലോ ഊർജത്തിന്റെ ഒരു ഉറവിടമായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ രക്തത്തിലെ പഞ്ചസാര മെയിൻറ്റെയിൻ ചെയ്യും. ബ്ലഡിന്റെ ആ ഒരു എന്താ പറയുക സമ്മർദ്ദം, പ്രവേശനത്തിന് വേണ്ടിയുള്ള ഒഴുക്കിന് വേണ്ടിയുള്ള സമ്മർദ്ദം അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ശരീരത്തിലെ ലിക്വിഡുകൾ, ഇപ്പൊ ലിംഫിന്റെ രക്തത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദ്രാവകങ്ങൾ ഉണ്ടെങ്കിൽ അവയെ അത് മെയിൻറ്റെയിൻ ചെയ്യും. ശരീരത്തിന്റെ ആസിഡിന്റെ അംശം മെയിൻറ്റെയിൻ ചെയ്യും. ആസിഡ് അമ്ല അനുപാതം ഒരു പ്രധാന വിഷയമാണ്. ഒരുപക്ഷെ ചില ചികിത്സാ രീതികൾ പറയുന്നത് വെച്ചാൽ ആസിഡ് അമ്ല ആസിഡ് ക്ഷാര അനുപാതം കൃത്യമാക്കിയാൽ ശരീരത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറയാറുണ്ട്. അത്രയേറെ പ്രാധാന്യമുള്ളതാണ് ആസിഡ് എന്ന് പറയുന്നത്. ആസിഡ് അമ്ലമല്ല, ആസിഡ് ക്ഷാര അനുപാതം എന്ന് പറയുന്നത്. അപ്പോ ആ അനുപാതം pH വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കിതപ്പ് അല്ലെങ്കിൽ കൊട്ടുവായ കൂടും. അങ്ങനെ ഓക്സിജന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ശരീരത്തിലെ ഹോർമോണുകൾ ബാലൻസ് ചെയ്യും. ഏതെങ്കിലും ഹോർമോണുകൾ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഹോർമോണിനനുസരിച്ചുള്ള ശാരീരിക പശ്ചാത്തലം ഉണ്ടാകും, പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ട് വരും. പ്രവർത്തിച്ചില്ലെങ്കിൽ ആ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഹോർമോണുകൾക്കനുസരിച്ച് ശരീരത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ ശരീരത്തിലെ ഊർജം എന്നുള്ളത് വിതരണം ചെയ്യപ്പെടുന്ന സംവിധാനം, ഊർജ ഉപയോഗം എന്നുള്ളത്, ഇങ്ങനെയുള്ളതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഹോമിയോസ്റ്റാസിസ് സ്റ്റേറ്റ് ആണ്. അതിന്റെ പുറകിൽ കുറേയേറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കുറേയേറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫിസിയോളജിക്കൽ ലോസ് എന്നാണ് പറയുക. അത് നമ്മുടെ ഈ പരിപാടിയിൽ തന്നെ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ട് നേരത്തെ. ഈ പരമ്പരയുടെ ഭാഗമായിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്. ഈ ലോകൾ മനസ്സിലായാൽ മാത്രമേ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അപ്പോ നിയമങ്ങളാണ് ഇതിനെ നയിക്കുന്നത്, അല്ലാണ്ട് ഉപകരണങ്ങളല്ല, അല്ലെങ്കിൽ അവയവങ്ങളല്ല. ആ നിയമങ്ങളാണ്, ആ പ്രതിഭാസങ്ങളാണ് ഈ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്. ഇതിനകത്ത് പല ഘടകങ്ങൾ, ശാരീരിക ഘടകങ്ങൾ എൻഗേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ആണ് ഈ ശരീരത്തിന്റെ ആ സെൽഫ് റെഗുലേഷന്റെ ടോട്ടൽ കൺട്രോൾ ഏറ്റെടുക്കുന്നത്. എന്നിട്ടോ അത് പിറ്റ്യൂട്ടറിക്ക് നിർദ്ദേശം കൊടുക്കും. പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് ഈ ഹോർമോണുകളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന രാജാവാണ്, സൂപ്പർവൈസറാണ്. ആ സൂപ്പർവൈസർ ആ പരിപാടി മുഴുവൻ ഏറ്റെടുക്കും, ബാക്കിയുള്ള ഹോർമോണുകളെല്ലാം നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ ഹൈപ്പോതലാമസിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇതിലേക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അതൊരു ബയോളജിയെ കെമിക്കോളജി ആക്കി മാറ്റിയതിന്റെ ഒരു വെർഷനും കൂടെ ആണെന്ന് കൂടെ ഓർത്തു വെക്കേണ്ടതുണ്ട്. പൂർണ്ണമായിട്ടും ഹൈപ്പോതലാമസ് അല്ല, അതാത് ഏരിയകളിൽ അതാത് നിയന്ത്രണ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്നത് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിലും ശരീര വ്യവസ്ഥ അനുസരിച്ച് ഇത് ഹൈപ്പോതലാമസ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കമാണ് ഇതിലെ പ്രധാന ഘടകം. അത് ഏത് വഴിയാണ് ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലേക്കും പോവുക? അത് നാഡീവ്യൂഹം വഴിയാണ്. നാഡീവ്യൂഹത്തിലൂടെ ഉള്ള സിഗ്നലുകൾ അല്ലാതെ തന്നെ എൻഡോക്രൈൻ വ്യൂഹം ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്, ഹോർമോണുകളും ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഈ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും, ഓരോ കോശങ്ങളിലും, ഓരോ ഉപവ്യവസ്ഥകളിലും തന്നിലേക്ക് വരുന്ന സന്ദേശങ്ങൾ എന്താണോ അതിനനുസരിച്ച് പ്രതിനില കൊള്ളുവാനുള്ള ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഏതുപോലെ ഇപ്പൊ നമ്മുടെ പരിസരത്ത് ഒരു വലിയ ശബ്ദം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമ്മൾ അതിന്റെ ചുറ്റും നോക്കിയിട്ട് മഴ വരികയാണോ അല്ലെങ്കിൽ വല്ല മരം വീഴുകയാണോ എന്ന് അറിഞ്ഞ് ഓടിപ്പോകാൻ പാകത്തിലുള്ള ശാരീരിക സംവിധാനങ്ങളുണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ അറിയുന്നത് ആ മരം വീഴുന്നു എന്നുള്ള ശബ്ദം കേൾക്കുന്ന ചെവിയാണ്, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന കണ്ണാണ്, അതല്ലെങ്കിൽ ആ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇന്ദ്രിയം നമുക്കുണ്ട്. അതാണ് നമ്മുടെ റിസപ്റ്റർ എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് ഓരോ ഉപവ്യവസ്ഥയ്ക്കും റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സ് ആണ് ചുറ്റുപാടിൽ എന്തുണ്ടായി, എന്തു മാറ്റം വന്നു, അതിനനുസരിച്ച് തന്നിൽ എന്ത് മാറ്റം വന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഈ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് എന്നിൽ മാറ്റം ഉണ്ടാകണം, വെളിയിലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് എന്നിൽ മാറ്റം ഉണ്ടാകണം എന്ന് പറയുന്ന തീരുമാനമെടുക്കുന്ന മെക്കാനിസത്തിന്റെ പേരാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. അത് വ്യവസ്ഥാ നിയമത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്നുള്ളത്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വെളിയിലേക്ക് പോകുന്നതിന്റെ ഒരു അംശം എടുത്തിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഇടുക. ചില ഈ ഡീസൽ മോട്ടോറുകളൊക്കെ, ഡീസൽ പമ്പുകളിൽ
ഡീസൽ പമ്പുകൾ വർക്ക് ചെയ്യുമ്പോൾ വെള്ളം പമ്പ് ചെയ്യാനുള്ള പമ്പിന്റെ അകത്തു നിന്നും ഒരു ചെറിയ ഭാഗം വെളിയിലേക്ക് ചാടുന്ന അതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ഡീസൽ പമ്പിന്റെ അകത്തേക്ക് കൊടുക്കും. അതെന്തിനാ വെച്ചാൽ ഡീസലിനെ പമ്പിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഫീഡ്ബാക്ക് എന്ന് പറയുക. വെളിയിലേക്ക് പോകുന്ന ഒരു സാധനത്തെ വീണ്ടും എടുത്തിട്ട് ഇൻപുട്ടായിട്ട് ഔട്ട്പുട്ടായിട്ട് പോകുന്നതിന്റെ ചെറിയൊരു ഭാഗത്തെ എടുത്തിട്ട് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുക. ഈ ഫീഡ്ബാക്കിന്റെ പ്രത്യേകത വെച്ചാൽ എന്താണ് വെളിയിലേക്ക് പോകുന്നതെന്ന് സിസ്റ്റത്തിന് മനസ്സിലാവും. അപ്പോൾ അനാവശ്യം ആയിട്ട് വെളിയിലേക്ക് ഒരുപാട് പോകുന്നുവെങ്കിൽ ഈ ഇൻപുട്ടിനെ കുറയ്ക്കും. ഔട്ട്പുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് കൂട്ടും. ഇങ്ങനൊരു അവസ്ഥയുണ്ട്. ഈ സാധനത്തെ നമ്മൾ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓസിലേറ്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. എന്നുവെച്ചാൽ ഔട്ട്പുട്ട് വരുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് കൂടുമ്പോൾ ഇൻപുട്ട് കൂടും, ഇൻപുട്ട് കൂടുമ്പോൾ പിന്നെ ഔട്ട്പുട്ട് കൂടും, ഔട്ട്പുട്ട് കൂടുമ്പോൾ പിന്നെ ഇൻപുട്ട് കൂടും. അങ്ങനെ പോകുന്നതിനാണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് കൂടിയാൽ ഇൻപുട്ട് കുറയ്ക്കുക, ഇൻപുട്ട് കൂടിയാൽ ഔട്ട്പുട്ട് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ പോകുന്നതിനെയാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുക. തിരിച്ചിട്ടോ, അങ്ങനെ പറഞ്ഞു നേരം തിരിഞ്ഞുപോയി, തിരിഞ്ഞാണ്. ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് കൂടിയാൽ ഔട്ട്പുട്ട് കൂടും, ഔട്ട്പുട്ട് കൂടിയാൽ ഇൻപുട്ട് കൂടും എന്നുള്ളതിനെയാണ് ആംപ്ലിഫയർ എന്ന് പറയുക. നേരെ തിരിച്ചുള്ളതിന് ഓസിലേറ്റർ എന്ന് പറയും. അപ്പൊ ഇത് എല്ലാ സങ്കേതങ്ങളിലും ആധുനികമായിട്ട് പ്രവർത്തിക്കുന്ന സെൽഫ് റെഗുലേറ്റിംഗ് ആയിട്ടുള്ള സൈബർനെറ്റിക് ആയിട്ടുള്ള സങ്കേതങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന വ്യവസ്ഥാ സങ്കേതമാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ഇതിനു മുമ്പ് സംസാരിച്ച വ്യൂഹങ്ങളുടെ കാര്യങ്ങളെ പറഞ്ഞപ്പോൾ അവിടെയെല്ലാം പ്രത്യേക അവയവ സമൂഹങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇതൊരു അവയവമല്ല, ഇതൊരു പ്രവർത്തന സങ്കേതമാണ്. പ്രവർത്തനത്തിലൂടെയാണിത് വഴി കാണിക്കുന്നത്, ഇന്നതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്നതാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ റിസപ്റ്ററുകൾ എന്ന് പറയുന്നത് ഓരോ വ്യവസ്ഥയ്ക്കുമുള്ള ഗ്രാഹികളാണ്. ആ ഗ്രാഹികൾ റിസീവ് ചെയ്യുന്നതിനനുസരിച്ച് അവയുടെ പ്രവർത്തനത്തിന് മാറ്റം വരുന്ന ആ ഒരു സംവിധാനത്തിന്റെ പേരാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്നുള്ളത്. നമ്മൾ ഇതിൽ തന്നെ നമ്മുടെ ഈ പ്രഭാത സത്സംഗത്തിൽ തന്നെ ഫീഡ്ബാക്ക് ലൂപ്പിനെ കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കയറി കാണുന്നത് നന്നായിരിക്കും. ഈ സംവിധാനം തുടർച്ചയായും സ്വയമേവയും പ്രവർത്തിക്കുകയും അസന്തുലിതാവസ്ഥയോട് വേഗത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു. ഈ ഫീഡ്ബാക്ക് ലൂപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാക്കി എല്ലാം കൂടെ ചേർന്നിട്ട് പ്രവർത്തിക്കുന്നത്, അസന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പൊ കയറി അതിനോട് പ്രതികരിച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ നോക്കും. ഇത് എല്ലാ ശരീരവ്യൂഹങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുകയും അവയെ ഒരു യൂണിറ്റായി ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഇവയുടെ പ്രത്യേകത, ഹോമിയോസ്റ്റാസിസ് സിസ്റ്റത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാമായിട്ടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ വ്യവസ്ഥകളുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവയെല്ലാം ചേർത്തൊരൊറ്റ യൂണിറ്റ് ആയിട്ട് ഇത് ഗണിക്കും, ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഏതെങ്കിലും ഒരു ഭാഗത്തെ കൂടുതൽ ഒരു ഭാഗത്തിന് ബാധിക്കുന്ന രീതിയിൽ എല്ലാം ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് കരുതുന്ന ഒരവസ്ഥയുണ്ട്. ഇത് ആധുനിക മനുഷ്യന്, പ്രത്യേകിച്ചും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യന് ഈ അവസ്ഥ അവന്റെ ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റില്ല. കാരണം വെച്ചാൽ അവൻ എല്ലാത്തിനെയും വേർതിരിച്ച് കാണുന്നതാണ്. പക്ഷെ അവന്റെ ശരീരം ഇപ്പോഴും അഴിഞ്ഞു പോകാതെ, ദ്രവിച്ചു പോകാതെ, തകർന്നു പോകാതെ, വിഘടിച്ചു പോകാതെ നിൽക്കുന്നത് ഈ ഹോമിയോസ്റ്റാസിസ് ഇതിനെ ഒരു സിംഗിൾ യൂണിറ്റി ആയിട്ട്, സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കരുതുന്നത് കൊണ്ടാണ്. ആ പണി ചെയ്യുന്നത് ഹോമിയോസ്റ്റാസിസ് സിസ്റ്റമാണ്. ശക്തമായ നിയന്ത്രണം ശരീരത്തെ പൊരുത്തപ്പെടാനും സുഖപ്പെടാനും പ്രതിരോധ ശേഷിയോടെ ഇരിക്കാനും അനുവദിക്കുന്നു. ഇതിൽ ഹോമിയോസ്റ്റാസിസ് സ്റ്റേറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിന്റെ പരിസരവുമായിട്ടും അതിന്റെ ആന്തരിക ബാഹ്യ പരിസരമായിട്ട് പൊരുത്തപ്പെടാൻ സഹായിക്കും. എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ, സുഖപ്പെടുത്താൻ സഹായിക്കും. മറ്റേതെങ്കിലും തരത്തിൽ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവയെ ഒഴിവാക്കി പ്രതിരോധിച്ച് നിൽക്കാൻ അനുവദിക്കും. അപ്പൊ അത് ഹോമിയോസ്റ്റാസിന്റെ പ്രത്യേകതയാണ്. ശരീരത്തെ അനുരൂപപ്പെടാൻ സഹായിക്കുന്നുണ്ട്, സുഖപ്പെടാൻ, ഹീൽ ചെയ്യാൻ. ശരീരത്തിൽ ഹീലിംഗ് നടക്കുന്നത് ഈ പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള ഹോമിയോസ്റ്റാസിസ് സ്റ്റേറ്റ് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ജീവന്റെ ഒരു പ്രധാന സ്വഭാവമാണ് ഹീൽ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത്, പ്രതിരോധശേഷിയോടെ നിൽക്കുന്നത് വെച്ചാൽ ഈ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാനുള്ള അതിന്റെ സഹജമായിട്ടുള്ള പ്രൊട്ടക്ഷൻ മെക്കാനിസമാണ്. അപ്പോൾ ഒരു വ്യവസ്ഥ ആരോഗ്യകരമായിരിക്കുമ്പോൾ ഊർജം സ്ഥിരമായിരിക്കും. തളർച്ചയൊന്നും അങ്ങനെ ഒന്നും വരില്ല. എന്നുവെച്ചാൽ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങും. ക്ഷീണം ഒരുപാട് പ്രവർത്തിച്ചാൽ മാത്രമേ ക്ഷീണമുള്ളൂ, എങ്കിലും ഊർജം സ്ഥിരമായിട്ട് നിൽക്കും. അതേപോലെ തന്നെ ഇമോഷൻസും സ്റ്റേബിളായി നിൽക്കും. അതാണ് ഈ യോഗികളിലുമൊക്കെ
ഇമോഷൻസും എനർജിയും ഒക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ആ വികാരങ്ങളിൽ വലിയ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല, അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. രോഗശമനം വേഗത്തിലാവും, ഞാൻ നേരത്തെ പറഞ്ഞു, ശമനം പെട്ടെന്ന് നടക്കും. ഇത് ഒരു പ്രധാന ലക്ഷണമാണ്. സസ്റ്റെയിൻ ചെയ്യുന്ന ഊർജം, സസ്റ്റെയിൻ ചെയ്യുന്ന ഇമോഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാന അവസ്ഥയാണ്. ഇത് ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ മാത്രമല്ല, അയാളുടെ വ്യക്തിത്വത്തിന്റെ ഹോമിയോസ്റ്റാസിസിനെ കൂടെ കാണിക്കുന്നതാണ്. ഇനി നമ്മളാണല്ലോ ആളുകൾ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ കളയാൻ അധികം സമയമൊന്നും വേണ്ട. വിട്ടുമാറാത്ത സമ്മർദ്ദം, ടെൻഷൻ അടിച്ച് ഈ ബാലൻസ് ഒക്കെ നമുക്ക് നഷ്ടമാവും. ഉറക്കം നേരെ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ആകെ താറുമാറാവും, ഇന്ന് എനിക്ക് പറ്റിയ പോലെ. ക്രമരഹിതമായ ദിനചര്യകൾ, പറഞ്ഞത് വെളുപ്പിനെ എഴുന്നേറ്റു, ഗുരു പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കണമെന്ന്, 2:50 എഴുന്നേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2:50 എഴുന്നേറ്റു, അതിലൊന്നും ഒരു കുഴപ്പമില്ല. കുറച്ചു നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് സാധന ചെയ്യാനാ പറഞ്ഞിട്ടില്ല, സാധനമല്ല ചെയ്തത്, കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്ന് പണികൾ ചെയ്യുക ചെയ്തത്. അപ്പൊ എന്തായി, വീണ്ടും ക്ഷീണത്തിലായി പോയി കിടന്നു. അപ്പോൾ രാവിലെ എഴുന്നേക്കല് സാധാരണ എഴുന്നേക്കുന്നതൊക്കെ താറുമാറിപ്പോയി. അപ്പോ നമ്മൾ ആ ക്രമരഹിതമായ ദിനചര്യകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഈ സിസ്റ്റം താറുമാറും. അനാരോഗ്യകരമായ ഭക്ഷണം, ഇപ്പോ നമ്മള് ഇന്നലെ വൈകിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ സാധാരണ രീതിയിലൊന്നും കഴിച്ചില്ല. അപ്പോ ഇത് കുറച്ചുകൂടെ താറുമാറാൻ ഒരു കാര്യം ചെയ്താൽ മതി, കുറച്ച് പൊറോട്ടയും പിന്നെ എന്തെങ്കിലും നോൺ വെജിന്റെ കറിയും ഒക്കെ കൂടെ കഴിച്ചാൽ മതി. ശരീരത്തിലേക്ക് ഒരു സാധനം കിട്ടുകയില്ല, ശരീരത്തിന് ഊർജം വല്ലാതെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബേണായി ശരീരം ആകെ താറുമാറാവും. അപ്പോ അനാരോഗ്യകരമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ സ്റ്റേജ് അങ്ങ് തെറ്റിപ്പോകും. അതുപോലെ തന്നെ ഈ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന ഏത് തരത്തിലുള്ള വിഷാംശങ്ങളും, പിന്നെ നിരന്തരമായ ഉത്തേജകങ്ങൾ, ഇപ്പോൾ ചായ, കാപ്പി തുടങ്ങിയ കാര്യങ്ങൾ, മദ്യം തുടങ്ങിയ കാര്യങ്ങൾ, ഇവയെല്ലാം ഈ ഹോമിയോസ്റ്റാസിസ് സ്റ്റേറ്റിനെ തകിടം മറിക്കുന്നതാണ്. പിന്നെ സാധാരണ പോലെ കൃത്യമായ ഉറക്കം, സന്തുലിതമായ ഭക്ഷണം, ജലാംശം, ചലനം, ശ്വസനം, വൈകാരിക ശാന്തത, വിശ്രമം, സൂര്യപ്രകാശം, ലാളിത്യം, താളാത്മകമായ ജീവിതം എന്നിവയിലൂടെ ആരോഗ്യം തിരിച്ചു വരുന്നു. നമ്മളെല്ലാ സിസ്റ്റത്തിന്റെ അവസാനം പറയുന്നത് ഒരു കാര്യം തന്നെയാണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ആ ഒരു കാര്യം, അതായത് ജീവിതത്തെ താളാത്മകമാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് ശരിയാക്കാൻ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഒരു കാര്യം കൂടെ ഇവിടെ ഹോമിയോസ്റ്റാസിസ് സ്റ്റേറ്റിൽ ഇവിടെ മറ്റുള്ളതിൽ പറയാത്തൊരു കാര്യം കൂടെ ഇവിടെ പറയേണ്ടതുണ്ട്. പ്രകൃതിയോട് സുതാര്യമാക്കൽ. ഹോമിയോസ്റ്റാസിസ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയോട് സുതാര്യമായിരിക്കൽ, എക്സ്പോസിങ് ടു നേച്ചർ എന്നുള്ള ഒരു അവസ്ഥ കൂടെ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഹോമിയോസ്റ്റാസിസ് സ്റ്റേറ്റ് ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ പരിസരവും നമ്മളെ അഡാപ്റ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്യണമല്ലോ, അതുകൂടെ ഉണ്ടാവണമെങ്കിൽ ഈ പ്രകൃതിയോട് സുതാര്യമാകൽ കൂടെ ഉണ്ടാവണം. അപ്പോ മനസ്സിലാക്കുക, ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്വയം സന്തുലിതാവസ്ഥയാണ്. അത് ജീവനുള്ള എല്ലാ ശരീരത്തിലും ഉണ്ടായിരിക്കും. അത് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിയോട് നിയന്ത്രണം പറഞ്ഞുകൊണ്ട് പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന ഒരു മെക്കാനിക്കൽ സിസ്റ്റമാണത്. ആ മെക്കാനിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യുന്ന നമ്മൾ ഓരോ സബ് സിസ്റ്റത്തിന്റെയും, ഉദാഹരണത്തിന് ഓരോ അവയവങ്ങളുടെയും ഓരോ കോശങ്ങളുടെയും റിസപ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട്, അവയുടെ ഗ്രാഹികൾ ഉപയോഗിച്ചിട്ട് ആ ഗ്രാഹികൾക്ക് കിട്ടുന്ന ചലന വ്യത്യാസത്തെ കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നും അത് ഉണ്ടാക്കുന്ന ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ട്. ആ ഫീഡ്ബാക്ക് ലൂപ്പിലൂടെയാണ് ഇതിലുള്ള വ്യത്യാസത്തെ തിരിച്ചറിഞ്ഞ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് അതിന്റെ മെക്കാനിസം. ഇത് എല്ലാ സിസ്റ്റത്തെയും ചേർത്തിണക്കി ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കരുതുക. ഒറ്റ യൂണിറ്റ് ആയിട്ട് മാറ്റുന്നത് ഈ ഹോമിയോസ്റ്റാസിസ് ആണ്. ഹോമിയോസ്റ്റാസിസ് നിലനിൽക്കണമെങ്കിൽ അതൊരു ഏകീകൃത യൂണിറ്റ് ആയിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ ഊർജം സ്ഥിരമായിരിക്കും, വികാരങ്ങൾ സ്ഥിരമായിരിക്കും. ഒരു വ്യക്തിയെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അയാൾ സ്റ്റേബിൾ ആയിരിക്കുന്നുവെങ്കിൽ അയാൾ ഹോമിയോസ്റ്റാസിസ് ആക്റ്റീവ് ആണെന്ന് അർത്ഥം. ബാക്കിയെല്ലാം സാധാരണ രീതിയിൽ താളാത്മകമായ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ, ഉറക്കം ശരിയാവുകയാണെങ്കിൽ, സന്തുലിതമായ ഭക്ഷണം ഉണ്ടാവുകയാണെങ്കിൽ ഇതെല്ലാം ശരിയാവും. ഇത് തെറ്റിയാൽ താളം തെറ്റും. അപ്പൊ നിങ്ങളുടെ ശരീരത്തിലെ ഹോമിയോസ്റ്റാസിസ് എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതൊന്ന് മൊത്തം പരിശോധിക്കുക, നിരീക്ഷിക്കുക. ആ ബോധ്യത്തിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.